ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ ഇവിടെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ബിരിയാണി തയ്യാറാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതൊരു ബാച്ചിലർ സ്പെഷ്യൽ ബിരിയാണിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ പരീക്ഷിക്കാവുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ബിരിയാണിയാണ്. ഇനി നമുക്ക് തയ്യാറാക്കുന്ന നോക്കാം. ഇതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഒരു 2 വെല്ലുള്ളി അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഒഴിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചവാസന ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് ഒരു അരമണിക്കൂർ മുന്നേ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ ബിരിയാണി മസാല കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മാണിയൻസ് ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഫ്ലേവറും നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഞാൻ സാധാരണ ബിരിയാണി റൈസ്, അതുപോലെ കബ്സ, മന്തി റൈസ് എല്ലാത്തിനും ഈ ഒരു മസാലയാണ് ചേർത്ത് കൊടുക്കാറ്. ഒരു പ്രത്യേക ടേസ്റ്റാണിത്. ഇതൊരു നല്ലൊരു ഹോംലി പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള വെള്ളം എല്ലാം ഇറങ്ങി ചിക്കൻ ഒരു പകുതി വേവായി വന്നിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം ഇറങ്ങി പാകത്തിന് വേവായി വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മളിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ 2.5 കപ്പ് റൈസ് ഉപ്പും ക്യാരറ്റും കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇവിടെ 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം ഞാനിവിടെ ആദ്യത്തെ ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ റൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലെവലാക്കി എടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കൂടാതെ 1 സ്പൂൺ നെയ്യ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് സിമ്മിലിട്ടതിന് ശേഷം ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 12 മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിന് മുകളിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ ഉള്ളി വറുത്തത് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്താ നമ്മളെ സിമ്പിൾ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ തയ്യാറാക്കുന്നത് വെച്ചിട്ട് വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നല്ല അടിപൊളി ബിരിയാണിയാണ്. ഇത് ശരിക്കും ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അവർക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് പേരൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബിരിയാണി കുക്കറിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു.